യെസ്, കിളികൾ പാടുന്നു അല്ലെ, കിളികൾ പാടുന്നു, കിളികൾ പറക്കുന്നു, എന്ത് രസമായിട്ടാണ് അല്ലെ. അപ്പൊ കിളികൾ പറക്കുന്നതൊക്കെ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് അല്ലേടാ മക്കളെ. അപ്പൊ ശരിക്കും ഈ കിളികൾ എന്താ ചെയ്യുന്നേ? കിളികൾ ഒരു ഭാഗത്ത് നിൽക്കാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെയൊക്കെ എന്തുകൊണ്ടാ പക്ഷികളൊക്കെ പോകുന്നതെന്നൊക്കെ പഠിക്കുന്ന ചാപ്റ്റർ ആണ് ചലനം നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ മോഷൻ ഇൻ ഡെയിലി ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെ. സോ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ എന്താണ് മക്കളെ ഈ ചലനത്തിന്റെ കേസ് നമുക്ക് പറയാൻ വേണ്ടി പറ്റാം? നോക്ക്, ഈ ഒരു പക്ഷി നോക്ക്, ഇങ്ങനെ ഫുള്ള് പാറി 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 ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ പറയാൻ പറ്റും യെസ്, ഇവര് മോഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുകയാണ്, ഞാൻ ഇങ്ങോട്ടേക്ക് നീങ്ങി അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ഞാൻ ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഞാൻ ഡാൻസ് കളിക്കുകയാണ്, അപ്പുറത്തൊപ്പുറത്തൊന്ന് ഡാൻസ് കളിക്കുകയാണ്, ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും അല്ലെ. അപ്പൊ ശരിക്കും എന്താണ് ഈ ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പൊ നമ്മൾ നടക്കുന്നു, നമ്മൾ ചാടുന്നു, ഓടുന്നു, പക്ഷികൾ പറക്കുന്നു, എല്ലാം നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവരൊക്കെ എന്താണ്? മോഷൻ ആണ്. സോ വാട്ട് ഈസ് മോഷൻ അല്ലെങ്കിൽ എന്താണ് ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഒരു വസ്തുവിന്റെ സ്ഥാനത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ചലനം എന്ന് പറയുന്നത്. മോഷൻ ഇസ് ദ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ ഈ പൊസിഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത്, ഞാൻ ഇങ്ങോട്ടേക്ക് നടന്ന മക്കളി, ഞാൻ ചലിച്ചു, എന്റെ സ്ഥാനം മാറി, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറി. അപ്പൊ പക്ഷി പാറുന്ന സമയത്ത് ഒരു ഭാഗത്ത് നിൽക്കുന്നില്ല, അതിന്റെ പൊസിഷൻ അപ്പുറത്തോട്ട് മാറുന്നുണ്ട്. അങ്ങനെ പൊസിഷനിൽ മാറ്റം സംഭവിക്കുമ്പോൾ, വസ്തുവിന്റെ സ്ഥാനത്തിൽ മാറ്റം സംഭവിക്കുമ്പോഴാണ് നമ്മളെ ചലിച്ചു അല്ലെങ്കിൽ മോഷൻ ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുക അല്ലെ. അതേ സമയത്ത് ഞാനിതാ ഇരിക്കല്ലടാ, അനങ്ങുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ എന്താണ്? ഞാൻ റെസ്റ്റിലാണ് എന്ന് പറയും. മിസ് റെസ്റ്റ് എടുക്കുകയാണ് പറഞ്ഞ റെസ്റ്റിംഗ് ആണ് അല്ലെ. അതുപോലെ എന്റെ ഫോൺ ഇതാ, അപ്പൊ ഇങ്ങനെ അനങ്ങാണ്ട് ഒരു ഭാഗത്ത് ഇരിക്കുക, എന്റെ പെണ്ണ് അനങ്ങാതെ ഒരു ഭാഗത്ത് ഇരിക്കുന്ന, എന്റെ ഐപാഡ് ഇവിടെ വെച്ചിട്ട് അനങ്ങാതിരിക്കുക. അപ്പൊ ഇവരൊക്കെ എന്താ? അനങ്ങാതെ നിൽക്കുക. നമ്മുടെ ബെഞ്ച്, ഡെസ്ക്, നമ്മുടെ ട്രീ, അപ്പൊ നമ്മുടെ റോഡ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും ബുക്ക്, ഇതൊക്കെ നമ്മൾ എന്താ അനക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്നല്ലേ, നിശ്ചലാവസ്ഥ എന്ന് പറയാൻ പറ്റും. അപ്പൊ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഇസ് എ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഡസ് നോട്ട് ചേഞ്ച്. ഒരു വസ്തുവിന്റെ സ്ഥാനമാറ്റം സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ അവസ്ഥയെ പറയുന്ന പേരാണ് നിശ്ചലാവസ്ഥ. അപ്പൊ ഞാനിപ്പോ അങ്ങനെ നിൽക്കുകയാണ്, നിശ്ചലാവസ്ഥയിലാണ്, ഒന്നും ചെയ്യുന്നില്ല, എന്റെ പൊസിഷൻ മാറിയോ? ഇല്ല, ഞാൻ ഒരു ഭാഗത്ത് തന്നെ നിന്നിട്ട് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കല്ലടാ. അപ്പൊ ഞാൻ പറയാൻ പറ്റും ഇപ്പൊ ഞാൻ കംപ്ലീറ്റ് ഇപ്പൊ എന്റെ കേസ് നോക്കുമ്പോ റെസ്റ്റ് എടുക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മളൊക്കെ പറയും റെസ്റ്റ് എടുക്കട്ടെ, കുറച്ചേക്ക് വയ്യ, പഠിച്ചു മടുത്തു, റെസ്റ്റ് എടുക്കട്ടെ. ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് ഉപയോഗിക്കുന്ന കാര്യമാണ് അല്ലേടാ. അപ്പൊ ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ ഡെയിലി ലൈഫിൽ പറയാൻ പറ്റും. ഇപ്പൊ റെസ്റ്റ് എടുക്കാന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ പല സാധനം, ഇപ്പൊ ഇലക്ട്രിക് ലൈൻസ് ആയിക്കൊള്ളട്ടെ, ട്രീകൾ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഹോം വീടുകളായിക്കൊള്ളട്ടെ, ഇതൊക്കെ അനങ്ങാതെ നിൽക്കുന്ന സാധനങ്ങളാണ്. ആ ഭാഗത്ത് മറ്റൊരു പൊസിഷനിലേക്ക് അതിന് മാറാൻ പറ്റില്ല. അതേ സമയത്ത് നമുക്ക് എന്താ? നടക്കാൻ പറ്റും, ചാടാൻ പറ്റും, ഓടാൻ പറ്റും, പക്ഷിക്ക് പറക്കാൻ പറ്റും. അതൊക്കെ എന്താണ്? മോഷനിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ ജയന്റ് വീൽ അല്ലെ, ജയന്റ് വീലിന്റെ മക്കള് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ജയന്റ് വീൽ കേറിയിട്ടുണ്ടോ? അപ്പൊ അതിൽ നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് എന്താ? നല്ല രസമാണ് അല്ലെ. അതിലിങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഊഞ്ഞാലാടി കളിക്കാൻ ഭയങ്കര രസമുള്ള പരിപാടിയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇതിങ്ങനെ കറങ്ങുന്ന സമയത്ത് എന്താണ് ഇതിന്റെ ഒരു മോശം വരിക? ഇതിനകത്ത് വരുന്ന സമയത്ത് എന്താണെന്ന്. അപ്പൊ ഒരു കുട്ടി ചോദിക്കാണ്, ജയന്റ് വീൽ കറങ്ങുമ്പോ എന്റെ സുഹൃത്ത് എന്റെ അടുത്ത് തന്നെയാണല്ലോ ഇരിക്കുന്നത്, അത് സ്ഥാനൊന്നും മാറുന്നില്ലല്ലോ, അപ്പൊ ഞങ്ങൾ ചലിക്കുന്നില്ലേ? സോ when the giant wheel is rotating, my friend is always near to me. എന്റെ അടുത്ത് തന്നെ ഉണ്ട്, നെക്സ്റ്റ് ആണ് എങ്കിൽ his position does not change എന്നെങ്കിൽ does it mean we are moving എന്ന് ചോദിക്കാം. അപ്പൊ കുട്ടി പറയാം, നിങ്ങൾ രണ്ടുപേരും ചലിക്കുന്ന എനിക്ക് കാണാമല്ലോ, സ്ഥാനം മാറുന്നുണ്ടല്ലോ, അതിന്റെ പരിപാടിയാ. ആക്ച്വലി അതിനകത്ത് ചലിക്കുന്നുണ്ട്, സാധനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, റൗണ്ട് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം ഇവര് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് അത് മാറുന്നുണ്ട്, പക്ഷെ അകത്തിരിക്കുന്ന ആൾ അതുപോലെ ഇരിക്കല്ലേ. അങ്ങനെയുള്ള ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് റഫറൻസ് ബോഡി അല്ലെങ്കിൽ അവലംബക വസ്തു എന്ന് പറയും കേട്ടോ. ഒരു വസ്തുവിന്റെ സ്ഥാനത്തെയോ അടിസ്ഥാനം അല്ലെങ്കിൽ വസ്തുവിനെയോ സ്ഥാനത്തെയോ അടിസ്ഥാനമാക്കി മാത്രമേ മറ്റൊരു വസ്തു ചലിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇതിനായി ഉപയോഗിക്കുന്ന അടിസ്ഥാന വസ്തുവിനെയാണ് നമ്മൾ അവലംബ വസ്തു എന്ന് പറയാം അല്ലെ. ആൻ ഒബ്ജെക്ട് ക്യാൻ ബി സെഡ് ഇറ്റ് ടു ബി in motion only in relation to the another body or position. The body used for the purpose is known as reference body. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവലംബക വസ്തു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഒന്നിനെ വെച്ച് കമ്പയർ ചെയ്ത് മറ്റൊന്നിനെ പറയാം അല്ലെ. ഒരു വസ്തുവിന്റെ സ്ഥാനവും വസ്തുവിനെയൊക്കെ നോക്കിയിട്ട് അടിസ്ഥാനമാക്കിയിട്ട് എന്താണ് മറ്റൊരു വസ്തുവിന്റെ ചലനത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പറയാൻ പറ്റും അതാണ് റെഫറൻസ് ബോഡി നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും.
ഓക്കെ, നമ്മൾ റെഫർ ചെയ്യുക, റെഫറൻസ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ. അപ്പൊ പഠിക്കുന്ന സാധനങ്ങൾ ഒന്ന് റെഫർ ചെയ്യണം, മറ്റൊരു ബുക്ക് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് പഠിക്കും, റെഫർ ചെയ്യും, അല്ലെ? അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ ഇങ്ങനെയുള്ള രീതിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. ഇത് ഇത്തിരി പോകുന്ന ഇച്ചിരി കാര്യങ്ങളാണ്, അപ്പൊ ഒത്തിരി പഠിക്കാനുണ്ട്. അത് പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി ബാച്ച് ആണ് മക്കളെ നമ്മുടെ വജ്ര ബാച്ച്. വജ്ര ബാച്ചില് ഓൾറെഡി റിവിഷൻ ബാച്ച് ആണ്, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ ഒപ്പമുള്ളവരൊക്കെ പഠിച്ചു തുടങ്ങി കഴിഞ്ഞു ഗൈസ്. അപ്പൊ ഇനിയും നിങ്ങൾക്ക് ലേറ്റ് ആയിട്ടില്ല, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ ഓഫറോട് കൂടി 15% ഓഫില് 1019 എന്ന് പറഞ്ഞ ചെറിയ പൈസക്ക് എന്റെ മക്കൾക്ക് എന്ത് ചെയ്യാം, 1019 രൂപയ്ക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ മക്കളെ, കംപ്ലീറ്റ് ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്നല്ലേ. ഓൾറെഡി ഒപ്പമുള്ളവർ പഠിച്ചു തുടങ്ങി, അപ്പൊ നമുക്കും പഠിക്കണ്ടേ, മെഡിക്കൽ പഠിക്കണ്ടേ. സോ വേഗം തന്നെ ജോയിൻ ചെയ്തോ. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്, നമ്പർ ഇവിടെ വെച്ചിട്ടുണ്ട് 9995400800. ഓക്കെ, അപ്പൊ അടിപൊളി ആയിട്ടിരിക്കുക, സെറ്റ് ആയിട്ടിരിക്കുക. ഇതുപോലെയുള്ള ഇമ്പോർട്ടന്റ് കാര്യങ്ങളായിട്ട് ഇനി മിസ് വരും. അപ്പൊ ബൈ ബൈ, സീ യു ഗൈസ്, ബൈ ബൈ.